നമസ്കാരം. ഗ്ലോബൽ ഫിറ്റ്നസ് അക്കാദമിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ ഇന്നലെ ഞങ്ങളുടെ കമ്മ്യൂണിറ്റി നടന്നൊരു സംഭവത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും അറിയുന്നുണ്ടോ, നമുക്കൊരു ഓൺലൈൻ എക്സസൈസ് കമ്മ്യൂണിറ്റി ഉണ്ട്. ഒരുപാട് ആളുകളുള്ള ഒരു വലിയ കമ്മ്യൂണിറ്റിയാണ്. നമുക്ക് എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8 മണിക്കും ലൈവ് ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. അത് ഞായറാഴ്ച ക്ലാസ് ഒഴിവാണ്. അതുപോലെ തന്നെ ബുധനാഴ്ച മാത്രം രാത്രി 8 മണിക്കുള്ള ബുധനാഴ്ചത്തെ ക്ലാസ്സിൽ ഇപ്പോൾ ഒരു മീറ്റിംഗാണ്. ആ മീറ്റിങ്ങിൽ നമുക്ക് എല്ലാ കമ്മ്യൂണിറ്റി മെമ്പേഴ്സും നമ്മൾ വിളിച്ചു ചേർക്കും. അവരുടെ ഒരാഴ്ചത്തെ അവർക്ക് ശരീരത്തിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച് ഒന്ന് ചർച്ചക്കിടും. അത് മാത്രമല്ല, ഒരാഴ്ചയിൽ അവർക്ക് വന്ന വെയിറ്റ് ലോസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ അല്ലെങ്കിൽ പുരോഗതിയെക്കുറിച്ച് അറിയാൻ ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനുണ്ടാകുന്ന എന്തെങ്കിലും ഹെൽത്തുമായി ബന്ധപ്പെട്ട സംശയങ്ങളും ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നടന്ന മീറ്റിങ്ങിലുണ്ടായൊരു സംഭവം, ഈ കമ്മ്യൂണിറ്റി മീറ്റിങ്ങിലുണ്ടാകുമ്പോൾ ആളെ പേര് പറയുന്നത് ശരിയല്ല. അപ്പോൾ നമുക്ക് ഒരു പേരെടുക്കാം, ആയിഷ എന്ന് പേരെടുക്കാം. ഫ്രം കാലിക്കറ്റ്. ഇവർ കാലിക്കറ്റിലെ ഒരാളാണ്. ഏകദേശം അവർക്ക് 30 വയസ്സോളം അടുത്ത് പ്രായമുണ്ട്. 2 മക്കളുടെ അമ്മയാണ്. അവർ നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് 2 മാസം മുമ്പാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് വന്നിട്ടുള്ളത്. വന്ന സമയത്ത് അവർ പറഞ്ഞ ക്ലാസ് വരുന്ന എല്ലാ ആളുകളെയും നമ്മൾ 1-to-1 മീറ്റിംഗ് നടത്താറുണ്ട്. ആ സമയത്ത് അവർ പറഞ്ഞത് 75 കിലോക്ക് വെയിറ്റ് ഉണ്ട് സർ, അപ്പോൾ വെയിറ്റ് ഒന്ന് കുറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. 2ാമത്തെ കുട്ടീൻ്റെ പ്രസവത്തിന് ശേഷമാണ് വെയിറ്റ് കൂടിയെന്ന് പറഞ്ഞത്. അപ്പോൾ പൊതുവെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, നമ്മുടെ നാടുകളിലുള്ള ഈ സ്ത്രീകളുടെ പ്രസവാനന്തര ഭക്ഷണ രീതിയോടാണ് ആളുകൾ ഘട്ടം ഘട്ടമായിട്ട് പണത്തടിയിലേക്ക് മാറുന്നത്. അപ്പം ഈ 2 മാസം മുമ്പ് അവർ വന്നു. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ മീറ്റിംഗ് നടത്തിയ സമയത്താണ് നമ്മുടെ എല്ലാ ആളുകളുടെയും ഓരോ മാസത്തെയും വെയിറ്റ് ഒന്ന് അനലൈസ് ചെയ്യാറുണ്ട്. എത്ര കിലോ കുറഞ്ഞു, എത്ര കിലോയിൽ വ്യത്യാസം ഉണ്ടെന്നതിൽ ഒരു അനലൈസ് നടത്താറുണ്ട്. അപ്പോൾ ഐഷനെ ലിസ്റ്റ് നോക്കിയപ്പോൾ അത് ഗൂഗിൾ ഷീറ്റ് കൊടുത്താണ് എടുക്കുക. അപ്പോൾ ഐഷൻ്റെ ഷീറ്റ് നോക്കിയപ്പോൾ യാതൊരു മാറ്റം കാണുന്നില്ല. മാത്രമല്ല, ഐഷൻ്റെ ഒരു കമൻറ്റ് കാണും, സാർ ഞാൻ 2 മാസമായിട്ട് എക്സസൈസ് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ മിക്ക ദിവസം രാവിലെയാണ് എക്സസൈസ് ചെയ്യാറുള്ളത്. ഫുഡ് പറഞ്ഞതുപോലെ ഫോളോ ചെയ്യുന്നുണ്ട്. സാർ എൻ്റെ വെയിറ്റിൽ ഒരു മാറ്റം വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നി എന്തൊരു മിസ്റ്റേക്ക് ഉണ്ട് തോന്നി. അപ്പം ഞാൻ സ്റ്റാഫുമായി ചർച്ച ചെയ്തിട്ട് ഐഷനെ വീണ്ടും നമ്മൾ ഒരു 1-to-1 മീറ്റിങ്ങിലേക്ക് ക്ഷണിക്കാം. അപ്പോൾ ഇത് ഐഷയോട് സംസാരിച്ചതിന് ശേഷം മനസ്സിലാകുന്നത്, ഈ ഐഷ കൃത്യമായിട്ട് ഭക്ഷണം നിയന്ത്രിക്കുന്നുണ്ട്, എല്ലാ ദിവസവും നല്ല രീതിയിൽ വ്യായാമം ചെയ്യുന്നുണ്ട്, ബോഡി നല്ല വിയർക്കുന്നുണ്ട്, നല്ല രീതിയിൽ വ്യായാമം ചെയ്യുന്നുണ്ട്, പക്ഷേ വെയിറ്റ് കുറയുന്നില്ല. അപ്പോൾ ഐഷൻ്റെ ലൈഫും ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഐഷൻ്റെ ഹസ്ബൻഡ് പ്രവാസിയാണ്. അപ്പോൾ ഈ പ്രവാസികളാകുമ്പോൾ ഹസ്ബൻഡോട് ഇവർ സംസാരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ രാത്രിയായിരിക്കും. അത് ഓൺലൈനിലൂടെ അല്ലെങ്കിൽ വാട്സപ്പ് ത്രൂ സംസാരിക്കാം. അപ്പോൾ ഐഷ ഏകദേശം രാത്രി ഒരു 2-2:30 മണി വരെ, ചില ദിവസം 3 മണി വരെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഹസ്ബൻഡോട് രാത്രി സംസാരിക്കാറുണ്ട്. അപ്പോൾ ഇത് എല്ലാ ദിവസവും റൂട്ടീനാണ്. എല്ലാ ദിവസവും രാത്രി ഒരു 11 മണി മുതൽ 2-3 മണി വരെയൊക്കെ സംസാരിക്കാൻ, ഉറക്കം വളരെ പോവാം. അപ്പോൾ ഐഷൊക്കെ ഉറങ്ങാതെ ശരിക്കും ഒരു 2-2:30 രാത്രി ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരു 5-5:30 എഴുന്നേൽക്കും ചെയ്യും. കാരണം കുട്ടികൾക്ക് സ്കൂളും കാര്യങ്ങളൊക്കെ പോകാനായതുകൊണ്ട് നേരത്തെ എഴുന്നേൽക്കും ചെയ്യും. അപ്പോൾ ഇവരെ ഉറക്കം തീരല്ല. അവർ ശരാശരി ദിവസം ഉറങ്ങുന്നത് 2-3-4 മണിക്കൂർ അവർക്ക് ഉറങ്ങുന്നത്. അപ്പോൾ അതായിരുന്നു ഇതിന് പ്രശ്നം. അപ്പോൾ ഇത് കേൾക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഉറക്കത്തിൻ്റെ പാറ്റേൺ ഉറക്കം റെഡിയാക്കേണ്ടതുണ്ട്. ഒരു ദിവസം 7 മണിക്കൂറെങ്കിലും കൃത്യമായിട്ട് ഉറങ്ങേണ്ടതുണ്ട്. അപ്പോൾ എപ്പച്ചിൽ ചോദിക്കും, സാർ രാത്രി ഉറങ്ങാതെ പകലുറങ്ങാൻ പാടില്ല. പകലുറങ്ങിയാൽ വീണ്ടും ശരീരത്തിന് പ്രയാസങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യുക. രാത്രിയിൽ ഉറക്കം കൃത്യമായിരിക്കണം. രാത്രി മിനിമം ഒരു 7 മണിക്കൂറെങ്കിലും ഉറങ്ങിയിരിക്കണം. ഒരു 10 മണിക്കോ ഉറങ്ങിയാൽ എന്ത് ചെയ്യുക, ഒരു 5 മണിക്ക് എഴുന്നേൽക്കുക. അല്ലെങ്കിൽ 11 മണിക്കോ ഉറങ്ങിയാൽ ഒരു 7 മണിക്ക് 11 മണിക്ക് ഉറങ്ങിയാൽ ഒരു 6 മണിക്ക് എഴുന്നേൽക്കുന്ന രീതിയിലേക്ക് മാറ്റണം. ഉറക്കം വളരെ പ്രധാനം. കാരണം ഈ ഉറങ്ങുന്ന സമയത്താണ് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് വർക്കുകൾ നടക്കുന്നത്. ശരീരത്തിൽ ഇപ്പോൾ ഒരുപാട് റിപ്പയർ വർക്കുകൾ നടക്കുന്നുണ്ട്. ഇതിൽ ഈ കോശങ്ങളുടെ സകല റിപ്പയർ വർക്കുകൾ നടക്കുന്നത് നമ്മൾ ഉറങ്ങുന്ന സമയത്താണ്. അപ്പോൾ കൃത്യമായിട്ട് ഉറക്കം ലഭിക്കേണ്ടതുണ്ട്. അപ്പോൾ ഐശോണ്ട് പറഞ്ഞു, ഐശോ ഇനി ഉറങ്ങണം എന്ന് പറഞ്ഞിട്ട് ഇത് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന ആളുകൾ എന്ത് ചെയ്യണം, ഒരു ദിവസം 7 മണിക്കൂറെങ്കിലും ഉറങ്ങിയിരിക്കണം. നിങ്ങൾ എത്ര എക്സസൈസ് ചെയ്തിട്ടും കാര്യമില്ല, എത്ര ഫുഡ് നിയന്ത്രിച്ചിട്ടും കാര്യമില്ല, എന്ത് ചെയ്യുക, തടിച്ച് വരും. കാരണം എന്താണ്, ഉറക്കത്തിൻ്റെ പാറ്റേൺ ശരിയല്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഉറക്കം എല്ലാവരും ഉറങ്ങുക. ഒരു ദിവസം 7 മണിക്കൂറെങ്കിലും ഉറങ്ങുക. പിന്നെ ഇതിൽ വെയിറ്റ് ലോസിന് 5 കാര്യങ്ങൾ ബാലൻസ് ചെയ്യണം. 1, ഭക്ഷണം നിയന്ത്രിക്കുക. 2, കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള എക്സസൈസ്. 3, കൃത്യമായിട്ട് ഉറക്കം. 4, സ്ട്രെസ് അല്ലെങ്കിൽ ടെൻഷൻ ഒഴിവാക്കുക. 5-മത്തെ, ഒരു ദിവസം ഒരു 3 ലിറ്റർ അല്ലെങ്കിൽ ഒരു ശരീരത്തിന് ആവശ്യമായ രീതിയിൽ നല്ല വെള്ളം കുടിക്കുക. ഈ 5 കാര്യങ്ങൾ കൃത്യമായിട്ട് ബാലൻസ് ചെയ്യുമ്പോൾ മാത്രമേ എന്തേ ഉള്ളൂ, ഈ വെയിറ്റ് ലോസ് എന്ന ഒരു പ്രോസസ്സ് നമ്മുടെ ശരീരത്തിൽ കാണുകയുള്ളൂ. മറ്റൊരു വിഷയമായിക്കൊണ്ട് നാളെ കാണാം. ഓക്കെ, ബൈ.